എന്താ ഉള്ളത്? അതിൽ അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? റിലാക്സ് തനു, ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ നിനക്ക് ഭ്രാന്തല്ലെന്ന് മനസ്സിലായല്ലോ. എല്ലാരും കൂടി നിന്നെ ഭ്രാന്തിയാക്കുക. ഒരു കാര്യം ഉറപ്പാ, ആ വീഡിയോയിലുള്ളത് പ്രിയ അത് അഭിയെ കാണിച്ചിട്ടില്ല എങ്കില് അവൻ മിണ്ടാതിരിക്കില്ലായിരുന്നു. പക്ഷേ അതെങ്ങാനും ഇനി രാവിലെ കാണിക്കുമായിരിക്കോ? ഇനി കാണിച്ചാൽ എനിക്ക് നേരം വെളുക്കുന്നത് വരെ മാത്രമേ സമയമുള്ളൂ. അതിനു മുൻപ് പ്രിയ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ആ വീഡിയോ മോഷ്ടിക്കണം. പ്ലീസ് പ്ലീസ് ഒന്ന് കണ്ണു തുറക്കൂ. ഇനി പുതിയ കോൺസേർട്ടിന്റെ മീറ്റിംഗിനെങ്ങാനും കൂടെ പോവാനാണോ പറയുന്നത്? ഓ നോ, ഫുൾ ഡേ വേസ്റ്റ് ആയി പോവല്ലോ. ഒരു രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്തു ഇതൊന്നും അദ്ദേഹത്തെ കാണിക്കാൻ. ഒരു കാര്യത്തിന് വേണ്ടി എത്രയെന്ന് വെച്ചാ വെയിറ്റ് ചെയ്യാ? എന്തോ ചിന്തിക്കുന്നുണ്ട്. തലയിൽ നല്ല പ്ലാനിങ് എന്തോ നടക്കുക എന്ന് വെച്ച് എനിക്ക് ഇന്ന് മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഇനി നിന്റെ സമയമാണ് അബി. അവൾ എന്തായാലും തിരിഞ്ഞു നിൽക്കുക. ഈ സമയം കൊണ്ട് പതുക്കെ ഇവിടെ എണീറ്റ് അങ്ങ് പോയി കളയാം. അദ്ദേഹം ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ. ബാത്റൂമിലൊക്കെ ഒന്ന് പോട്ടെ, നീ പോയിട്ട് പിന്നെ വരൂ. ഈ ഷുഗർ ഫ്രീ മുഖാകുമ്പോ ഇന്നെന്താ ഇത്ര സ്വീറ്റായിട്ട് സംസാരിക്കുന്നത്? ഇവളുടെ ഉദ്ദേശം ശരിയല്ല. എന്തെങ്കിലും ചെയ്യൂ അബി. നോക്കൂ, എനിക്ക് അത്യാവശ്യമുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഫ്രഷ് അല്ലായിരുന്നു, പക്ഷെ ഇവൾ വന്നതോടുകൂടി ഞാൻ ഫ്രഷായി. ശരിക്കും ഇവൾ എൻ്റെ എനർജി ടാബ്ലറ്റ് ആണ്, എൻ്റെ ഫ്രഷ്നെസ്സിൻ്റെ ടോണിക്കാണ്. പറയൂ, എന്താ നിനക്ക് പറയാനുള്ളത്? നമുക്ക് പുറത്തുപോയി സംസാരിച്ചാലോ? കമോൺ, എന്തിനാ വെറുതെ വൈകുന്നത്? അഭി എവിടെ? പുറത്തുപോയോ? രചന എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീയുണ്ടല്ലോ, നീ തനുവിന്റെ വീഡിയോ എടുത്തെന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ ശരിക്കുമുള്ള തെളിവുണ്ട്. തനുവിന്റെ സത്യാവസ്ഥ പുറത്തു വന്നല്ലോ. നീ അഭിയെ വീഡിയോ കാണിച്ചല്ലോ. അവനെന്തു പറഞ്ഞു? അവനിപ്പോ മനസ്സിലായി കാണുമല്ലോ തനുവിന്റെ സത്യാവസ്ഥയുണ്ടല്ലോ അതെന്താണെന്ന്. അവളുടെ ശരിക്കുമുള്ള മുഖം അവന്റെ മുമ്പിൽ വന്നല്ലോ. അപ്പൊ മനസ്സിലായില്ലേ ആ കുഞ്ഞ് അവന്റെ അല്ലെന്ന്, നിഖിലിന്റെ ആണ്. ഇപ്പൊ നിന്റെയും അഭിയുടെയും ഇടയിൽ എല്ലാം ശരിയായില്ലേ? എന്നിട്ട് മോളെ, നീ പറഞ്ഞോ അവനോട് നീ തന്നെയാണ് അവന്റെ ബലൂന്റെ അല്ല നിഖിലിന്റെ ആണെന്ന്? പിന്നെ തനുവിനെ അഭിയിൽ നിന്ന് അകറ്റ്. ഇതൊന്നും നടന്നില്ല. അതിനു മുമ്പ് ഭാര്യയുടെ അസൂയ കാണിച്ചു തുടങ്ങാതെ ആദ്യം ഒരു കാര്യം ചെയ്യ്. ഈ വീഡിയോ അഭിയുടെ നമ്പറിലേക്ക് അങ്ങ് അയക്ക്. ഇല്ല ചമ്മ, വീഡിയോ വളരെ നീളം കൂടുതലാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. നീ വീഡിയോ എന്ത് ചെയ്യണമെന്ന് വെച്ചാ അത് ടിവിയിലോട്ട് കണക്ട് ചെയ്യും. അവൻ മുറിയിൽ വരുന്നു, ടിവി ഓൺ ചെയ്യുന്നു, കാണുന്നു, എല്ലാ സത്യവും അവൻ അറിയുന്നു. നിനക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ശരി അച്ഛമ്മ. ശരി, ഇനി ഇങ്ങനെ ദേഷ്യപ്പെടരുത് കേട്ടോ. പോയി ഒന്ന് ചെയ്തിട്ട് വന്നിട്ട് നിന്റെ മണ്ടത്തരങ്ങൾ കേട്ടാ പോരെ തനു? ഞാൻ പറഞ്ഞു വന്നത്, നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടോളാം. കേൾക്കുക മാത്രമല്ല, വേണമെങ്കിൽ അനുസരിക്കുകയും ചെയ്യാം. ഞാനിപ്പോ ഒന്ന് പൊയ്ക്കോട്ടെ. ഞാൻ നിന്നോട് എങ്ങനെ പറയും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ലെന്ന്? നിന്നെ ഒറ്റയ്ക്ക് വിട്ട ആ പ്രിയ നിന്നെ ആ വീഡിയോ കാണിക്കും. ഞാനും നിന്റെ കൂടെ വരാം. നീ എന്റെ കൂടെ വരാനോ? അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ കൂടെ വന്നാ? നീ ഇപ്പോ ബാത്റൂമിൽ എന്നോട് വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നെ ഹെൽപ്പ് ചെയ്യാൻ വല്ലതാണോ? ഇത്രയ്ക്ക് ശ്രദ്ധയാണോ എന്റെ കാര്യത്തിൽ? ബാത്റൂം അല്ല, റൂം. നീ റൂമിൽ പൊയ്ക്കോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് നല്ല അവസര. എനിക്ക് എങ്ങനെയെങ്കിലും ഈ സമയത്ത് പ്രിയയുടെ മൊബൈല് കൈക്കലാക്കണം. അത് ശരി, അപ്പൊ ഇതാണ് ഇവളുടെ പ്ലാൻ. മൊബൈൽ TV ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അഭി എങ്ങനെ TV ഓൺ ചെയ്താ എല്ലാം കാണാൻ വേണ്ടിട്ട്. ഇവൾ എന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. എങ്ങനെ ഇവളുടെ ഫോൺ എടുക്കും? പ്രിയ, ക്യാൻ ഐ യൂസ് യുവർ ഫോൺ? എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ മൊബൈൽ റൂമിലാണ്. ആ ചെയ്തോ. താങ്ക് യു. ബാങ്ക്
ബാലൻസ് എന്താ കുറഞ്ഞു പോവോ? താഴെ പോയി നിന്റെ ഫോൺ എടുത്താ നിന്റെ വെയിറ്റ് എന്താ കുറഞ്ഞു പോവോ? ഞാൻ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയ സ്ത്രീ അവിടെ ഇവിടെ ഒന്നും അങ്ങനെ നടക്കാൻ പാടില്ല. പ്രഗ്നന്റ് ആയ സ്ത്രീകളെ അധികം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. കേട്ടിട്ടില്ലേ? അത് കുട്ടിക്ക് റേഡിയേഷന്റെ സ്ട്രെസ് വരും. അതെയോ? അപ്പൊ നീ എനിക്ക് സ്ട്രെസ് തരുന്നുണ്ടല്ലോ, അതെന്തിനാ? ഞാൻ എന്ത് സ്ട്രെസ് തന്നു? നിങ്ങളൊന്ന് നിർത്ത് പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും ഈഗോയുടെ പേരിൽ വെട്ടിച്ചാവുമല്ലോ. നിങ്ങളെ കൊണ്ട് മാത്രമാ എനിക്ക് ഈ വീട്ടിൽ മനസ്സമാധാനം ഇല്ലാത്തത്. മുറിക്കകത്ത് നീ ടെൻഷൻ അടിപ്പിക്കും, മുറിക്ക് പുറത്ത് നീ ടെൻഷൻ അടിപ്പിക്കും. നിങ്ങൾ രണ്ടും കൂടെ എന്ത് വേണോ ചെയ്തോ, ഞാൻ എന്തായാലും പോവാ. ഇനി ഒരു മാസം കഴിഞ്ഞ് കാണാം. ഇത് എന്ത് ചെയ്യും? ഇത്തവണയും ദേഷ്യപ്പെട്ട് പോയല്ലോ. തിരിച്ചു വരുന്നത് വരെ ഈ വീഡിയോ കാണിക്കാനും പറ്റില്ല. ഈ ക്യാമറയുടെ ബാറ്ററി തീർന്നല്ലോ. ഇതേത് വീഡിയോ? ഈ ഐഡിയ ഫുൾ പ്രൂഫ് അച്ഛമ്മ. അച്ഛമ്മ പറയുന്നത് ശരിയാ. നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നല്ലേ? നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. നമുക്ക് അദ്ദേഹത്തെ ഈ വീഡിയോ കാണിക്കണം. മറ്റൊന്നും പറയാതെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ കാണിക്കണം. അതിനുശേഷം അദ്ദേഹം വിശ്വസിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. മതിയായി അച്ഛമ്മ. ഇങ്ങനെ അഭിനയിച്ച് ജീവിതം വെറുത്തു തുടങ്ങി ഞാൻ. എനിക്കിനി പഴയ പ്രിയ ആവണം. ആശ്വാസത്തോടെ ശ്വാസം എടുക്കണം അച്ഛമ്മ. നീ ഇനി എന്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്റെ മെസ്സേജ് വരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവണം. എങ്ങും പോകരുത്, കേട്ടല്ലോ? ഞാൻ പോയി വരാം. ശരി. നൈസ്, വെരി നൈസ് തനു. ഇനിയും പ്രിയയുടെ ഹെൽപ്പ് വാങ്ങ്. ഹെൽപ്പ് ചോദിക്കേ. പിന്നെന്തിനാ നീ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കരുതി അത് റോണിയുടെ പ്രേതമായിരിക്കുമെന്ന്. എനിക്ക് അങ്ങനെ അറിയാം അത് റോണി തന്നെയാണെന്ന്. ഞാൻ കരുതി ഇതെന്റെ അവസാനത്തെ ദിവസമാണ്, അതുകൊണ്ട് സത്യം പറഞ്ഞ രക്ഷപ്പെടുമെന്ന്. നീ പറ, നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഈ പ്രിയ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളല്ലേ പറഞ്ഞത് അബിയില് അവൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന്? പിന്നെ നിന്നെ അബിയിൽ നിന്ന് അകറ്റിയിട്ട് അവക്കെന്ത് കിട്ടാനാ? ഒരു മിനിറ്റ്. ഇതാ നിന്റെ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം. ഇതെന്താ? നീ തന്നെ കാണും. നിനക്കപ്പോ പ്ലാൻ മനസ്സിലായല്ലോ. പ്രിയ തിരിച്ചു വന്നത് അവളുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു. 3 മോട്ടീവായിരുന്നു. ആദ്യം രാജേട്ടനെ എക്സ്പോസ് ചെയ്യൽ, പിന്നെ ആലിയെ എക്സ്പോസ് ചെയ്ത് വീട്ടിൽ നിന്നും പുറത്താക്കുക, പിന്നെ 3ാമത്തെ ഞാൻ. എന്നെ എക്സ്പോസ് ചെയ്ത് എന്റെ സത്യം അവൾ അഭയുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോ മനസ്സിലായി, പ്രിയയ്ക്ക് അബിയുടെ പൈസയിലും പ്രോപ്പർട്ടിയിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവൾക്ക് അവളുടെ അബിയെ തന്നെ തിരിച്ചു വേണം. അപ്പോ പ്രിയ അബിയെ തിരികെ സ്വന്തമാക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ അബിയുടെയും കല്യാണത്തിന് ഒരു ചാൻസും ഇല്ലല്ലേ? കല്യാണം ഇഷ്ടമുള്ള ആ പ്രിയ പക്ഷെ പറയാറില്ല. ഇപ്പോഴും അവന്റെ ഉള്ളിൽ പ്രിയയ്ക്ക് വേണ്ടി ഫീലിംഗ് ഉണ്ട്. അഥവാ അവൻ ഈ കാര്യം മനസ്സിലാക്കുകയാണ്, അതായത് പ്രിയയല്ല തനു നീയാണ് ആ ചതി ചെയ്തതെന്ന്. നീ ചെയ്ത ചതികൾ അവൻ അറിയുകയാണെങ്കിൽ നിന്നെ കൊന്നുകളയും. റൈറ്റ്. റോണി അല്ലെങ്കിൽ അബി, എന്റെ മരണം നിശ്ചയമാണ്. ഇല്ല സീറ്റ്, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാം. എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ആ പ്രിയ അബിയെ വീഡിയോ കാണിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. നീ എങ്ങനെ അവളെ തടയും? താനും അവളുടെ കയ്യിൽ തെളിവുണ്ട്, സാഹചര്യവും. ഞാൻ പറയുന്ന അബിക്കല്ല. അവൾ ആ വീഡിയോ ന്യൂസ് ചാനലിൽ കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. നിഖിൽ, എന്നെ പേടിപ്പിക്കാനും എന്നെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാനും. ഇതെല്ലാം ശരിയായാൽ പ്രിയ ആ വീഡിയോ അബിയെ കാണിച്ചാലും അവനത് വിശ്വസിക്കില്ല. പിന്നെ എല്ലാം ശരിയാവും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടായാലും നീ ആ റോണിയെ തിരഞ്ഞേ പറ്റൂ. കാരണം ഇത്തവണ പ്രിയവുമായിട്ട് ഒളിഞ്ഞുള്ളൊരു പോരാട്ടമല്ല, നേരിട്ടുള്ളൊരു പോരാട്ടം തന്നെയായിരിക്കും. ഓപ്പൺ ആയിട്ട്. എന്താ നിന്റെ പ്ലാൻ? അത് തന്നെ പ്രിയയുടെ പ്ലാൻ. എന്നുവെച്ചാ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇതെന്ത് ലൈഫാ? രണ്ടും ചേർന്ന് എന്റെ ചോര കുടിച്ചോണ്ടിരിക്കുവല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക?
എൻ്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഫ്രീ ആയിരുന്നേ, ഒരു സ്റ്റാർ ആയിരുന്നു. ഹലോ, നീ എവിടെയാണ്? അച്ഛമ്മേ, ഞാനും എൻ്റെ വണ്ടിയും കുറച്ച് കൺഫ്യൂഷനില്ല. എവിടെയാണെന്നറിയില്ല. വ്യക്തമായി പറ, നീ എവിടെയാണ്? എനിക്കിപ്പോ തന്നെ നിന്നെ കാണണം. അച്ഛമ്മേ, ഞാനിവിടെ ഇവിടെ MG റോഡില്ലേ, ഒരു പള്ളിയുടെ അടുത്തുണ്ട്. എന്താ അച്ഛമ്മേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? നേരിട്ട് കണ്ടു പറയാം, ഞാൻ ഉടനെ അങ്ങോട്ട് എത്താം. ഓക്കെ അച്ഛമ്മേ. എന്നെ ചേച്ചിയുടെയും അമ്മയുടെയും പ്രണവിന്റെയും ഒക്കെ സ്നേഹം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. ഞാൻ ജീവനോടുണ്ട് ചേച്ചി. ബുൾബുൾ, നീ ജീവനോടുണ്ടോ? പിന്നെ എന്താ നീ ഇത്ര നാള് വിളിക്കാതിരുന്നത്? നിനക്കറിയോ, നീ ഇല്ലാതെ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടി ഇവിടെ ജീവിക്കുന്നെന്ന്. അമ്മയുടെ അവസ്ഥ. ബുൾബുൾ മോളെ, പ്രണവ്, നീ എവിടെയുള്ളത്? ഞാൻ ഇപ്പൊ തന്നെ പ്രണവിനെ വിളിക്കാം. വേണ്ട ചേച്ചി, എനിക്ക് ആദ്യം നിന്നെ കാണണം. ബാക്കി എല്ലാരും ഞാൻ പിന്നീട് കണ്ടോളാം. എങ്കിൽ ശരി. നീ എവിടെയുള്ളത്? ഞാൻ ദുർഗാദേവിയുടെ അമ്പലത്തിലുണ്ട്. മോളെ, എവിടേക്കും പോണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. ഞാൻ ഇപ്പൊ വരാൻ നിന്നെ വിളിക്കാം. ചേച്ചി വേഗം വരില്ലേ? മോളെ, ഇതാ വരുന്നു. അവിടെ തന്നെ നിക്കണേ. കാര്യം എന്താന്ന് വെച്ചാ നേരെ പറ. അച്ഛമ്മ, ഞാനിപ്പോൾ എന്ത് പറയാനാ? ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ മനസ്സമാധാനം കിട്ടിയില്ലെങ്കിൽ രാത്രിയും പകലും ഒക്കെ ടെൻഷൻ ആയിക്കൊണ്ടിരുന്നാൽ ആൾക്കാർ വീട് വിട്ട് വെളിയിൽ പോകാനല്ലേ നോക്കത്തുള്ളൂ അച്ഛമ്മേ. അതെന്താ മോനെ അങ്ങനെ പറയുന്നത്? പിന്നെ എന്ത് പറയാൻ അച്ഛമ്മേ? ഒരു സൈഡിൽ തനു, ഒരു സൈഡിൽ പ്രിയ. ഇവര് രണ്ടുപേരും ചേർന്ന് എന്റെ മനസ്സമാധാനം കളയുമല്ലേ. ഒരാൾ മുറിയുടെ അകത്ത്, മറ്റൊരാൾ മുറിയുടെ പുറത്ത്. ഒരാൾ രാത്രിയിൽ ശല്യപ്പെടുത്തുന്നു, മറ്റേ ആൾ രാവിലെ. ഞാൻ എന്ത് ചെയ്യണം അച്ഛമ്മേ? ഗ്രൈൻഡറിൽ അരിയിട്ട് ആട്ടുന്നത് പോലെ ഇപ്പൊ എന്റെ ജീവിതം. മൊത്തത്തിലൊരു കുഴഞ്ഞ അവസ്ഥയാ അച്ഛമ്മേ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിൽ നമുക്കിന്നൊന്ന് ക്ഷേത്രത്തിലേക്ക് പോകാം. ഒത്തിരി ദിവസമായി നമ്മളൊന്ന് പോയിട്ട്. അവിടെ ഒത്തിരി സമാധാനം. ചില കഥകൾ ശത്രുതയിൽ തുടങ്ങി മിത്രതയിൽ അവസാനിക്കാറില്ലേ? ചില കഥകൾ വെറുപ്പിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കാറുമുണ്ട്. എന്റെയും അദ്ദേഹത്തിന്റെയും കഥ ഞങ്ങളുടെ വിവാഹത്തിൽ തുടങ്ങി ഞങ്ങളുടെ കൂടിച്ചേരലിൽ അവസാനിക്കാൻ പോവുക. പിന്നെ ഈ കഥയിൽ നീ നിന്റെ ക്രൂരതകൾ ചേർത്ത് ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ക്ലൈമാക്സിന് മുൻപ് തന്നെ ദി എൻഡ് എഴുതി കാണിക്കുന്നു. ഓർത്തു വച്ചു. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാരണം നീ ഒരു ബന്ധത്തിലും വിശ്വസിക്കുന്നില്ല. നീ ഇപ്പൊ സ്വന്തം കുഞ്ഞിനെയാണ് തനു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നീ എങ്ങനെ നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കും? ഇത്രയൊക്കെ ചെയ്ത നീയാണോ എന്നെ കണ്ണാടി നോക്കാൻ ഉപദേശിക്കുന്നത്? നീ എന്താ വിചാരിച്ച നീ ചെയ്തതുപോലെയല്ല ഞാൻ ചെയ്തിട്ടുണ്ടെന്നോ? ഞാൻ നീ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെന്നോ? വ്യത്യാസം ഉണ്ട് തനു. വ്യത്യാസം നമ്മുടെ പ്രണയത്തിലാ തനു. എനിക്ക് അദ്ദേഹത്തോടുള്ളത് പ്രണയമാ. അതിൽ വാശിയും സ്വാർത്ഥതയും ഒന്നും തന്നെയില്ല. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് ചതിയും കള്ളത്തരവും മാത്രമല്ലേ അറിയുള്ളൂ. നിന്റെ കണ്ണിൽ മറ്റൊന്നും കാണില്ല. ദിവസവും നല്ലതാ. ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ചാ, നിന്റെ മുഴുവൻ കഥയും അത് നീ തന്നെ പറയുന്നത് കേൾക്കുമ്പോ അദ്ദേഹത്തിൽ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാവുന്ന. തനു ഒരു യുദ്ധത്തിൽ രാജാവിനെ ശത്രുക്കൾ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശത്രുവിന്റെ വിജയം വളരെ എളുപ്പമായിരിക്കും. പിന്നെ നിന്റെ കഥ കഴിഞ്ഞു തന്നെ. ചെക്ക് ആൻഡ് മേറ്റ്. എന്തോ രമേശ് അല്ല, റോണി എന്നാ അവന്റെ പേര്. നീ എന്താ കരുതിയത്? നീ റോണിയുടെ പേര് പറഞ്ഞ ഞാനിപ്പോ അവനെ ഇവിടെ വിളിച്ചു വരുത്തുവന്നു. അത് നീ ഇപ്പോഴല്ലേ എന്റെ പൈസ വാങ്ങിയത് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട്. പൈസയോ? ഏത് പൈസ? താനെന്താ വെള്ളം അടിച്ച് ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്? മര്യാദക്ക് പറടാ. കണ്ടാ തോന്നും പഠിപ്പും വിവരമൊക്കെ ഉള്ള വ്യക്തിയാണെന്ന്. വില കൂടിയ ഡ്രസ്സൊക്കെ ആണല്ലോ ഇട്ടേക്കണേ. ഡ്രസ്സ് കേടാക്കണോ അതോ ശരീരം കേടാക്കണം? എന്താ നീ പറയുന്നേ? ഡ്രസ്സ് അല്ലെങ്കിൽ ശരീരോ? ഞാനാണെങ്കിൽ ഒരുപാട് ദൂരത്തുനിന്നാ വരുന്നേ. റോണിയുടെ സുഹൃത്താ. കണ്ടു സുഖവിവരങ്ങളൊക്കെ ഒന്ന് അറിയണം. അവസാനമായിട്ട് പറയുക, ഇവിടുന്ന് പൊക്കോ. ഓക്കെ. എന്നെ കൈവിടില്ല. അദ്ദേഹം എന്റെ പ്രണയത്തെ ഒരിക്കലും മറക്കില്ല.
7 തവണ വലം വെച്ചതും അദ്ദേഹം മറക്കില്ല. ഓരോ ചുവട് വെച്ചതും ഓരോ വാഗ്ദാനങ്ങളായിരുന്നു. എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നും ഏതവസരത്തിലും കൂടെ നിൽക്കുമെന്നും. ഇതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല തനു. നിന്റെ ബോയ് ഫ്രണ്ടിനും ഇതൊന്നും മനസ്സിലാവില്ല. ആരായാലും അത് എന്റെ ബോയ് ഫ്രണ്ട് അത് മറ്റാരോ ആണ്. ആർ യു സീരിയസ്? അപ്പൊ ശരിക്കും നിനക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല ഇതുവരെ. ഇത്ര ഇന്റലിജന്റ് ആയ ലേഡി എന്നിട്ട് ഇതുവരെ അത് കണ്ടുപിടിച്ചില്ലേ? സൂപ്പർ ആയിട്ടുണ്ട് ദേവി. നിങ്ങൾ ഈ ലോകത്തേക്ക് അയച്ച വ്യക്തി കൊള്ളാം. എനിക്ക് ആരുടെയും പേരിന്റെ ആവശ്യമില്ല. നീ അദ്ദേഹത്തെ ചതിക്കുകയാണെന്ന് മാത്രം എനിക്ക് തെളിയിച്ചാൽ മതിയാകും. തനു പ്രണയിച്ചിട്ടാണ് ചതിക്കുന്നതെന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. നിനക്കത് മനസ്സിലാവുകയില്ല പറഞ്ഞാൽ. ഇനി ഞാൻ നിന്നെ വീട്ടിൽ നിന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ച് പുറത്തിറക്കിയാലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഈ വീട്ടിൽ നിന്നും ആദ്യം ചവിട്ടി പുറത്താക്കുന്നത് നിന്നെയായിരിക്കും. അതും അഭി തന്നെ നിന്നെ പുറത്താക്കും ഈ വീട്ടിൽ നിന്നും. അപ്പൊ നിനക്ക് ഒരു സത്യവും പറയാൻ സാധിക്കില്ല. നീ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു തനു. അത് നല്ലതാ. ഒരു തട്ട് കിട്ടുമ്പോൾ സ്വപ്നങ്ങളെല്ലാം തനിയെ തകർന്നോളും. ദൈവത്തെ ഉള്ളത്. എന്നാൽ ഒരു ഭാര്യയാകാൻ ശ്രമിക്കുന്നവൾ അവൾ പുറത്തു നിന്നുള്ളവളാ. അതുകൊണ്ട് പുറത്തേക്ക് നീയേ പോകൂ. ഇനി കാലം തെളിയിച്ചോളും ആരഭിയുടെ അടുത്ത് കാണും പുറത്ത് പോവൂ എന്നൊക്കെ. നീ എന്നെ ചാലഞ്ച് ചെയ്യാണോ? ഇതുവരെ ഇല്ല. ഇനി ചെയ്താലോ എന്നാലോചിക്കുക. നീ എന്റെ തലയിൽ കയറി കളിക്കുക. അപ്പൊ ഞാൻ നിന്റെ സ്ഥലം നിനക്ക് കാണിച്ചു തരണ്ടേ? ശരി, ഞാൻ പറയാം. നീ മനസ്സിലാക്കിക്കോ, എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞ് അഭിയുടേതല്ല, മറ്റാരുടേതോ ആണ്. പക്ഷെ ഇവൻ അഭിയുടെ പേരിൽ തന്നെ അറിയപ്പെടും. ഈ കുടുംബത്തിന്റെ അവകാശിയായി ഈ കുഞ്ഞു മാറും. നീ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ഇനി ലഭിക്കാൻ പോകുന്നത് ഈ കുഞ്ഞിനായിരിക്കും. നിന്നെ ഞാൻ ഒരു കുറ്റക്കാരിയാണെന്ന് തെളിയിക്കും തനു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിന്നെ അടുത്തുകൂടി നിർത്തില്ല. പിന്നെ എത്ര ആദരവോടുകൂടിയാണോ നിന്നെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതിനേക്കാൾ ഏറെ അപമാനിതയായി നീ ആ വീടിന്റെ പടികൾ ഇറങ്ങും. നീ ഇറങ്ങിപ്പോകുന്ന അന്നേ ദിവസം തന്നെ ഞാൻ എന്റെ പുതിയ ജീവിതവും അവിടെ ആരംഭിച്ചിരിക്കും. ഞാൻ എന്റെ ഭർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുന്ന ആ ദിവസം അദ്ദേഹത്തിന് ചുറ്റുമുള്ള ദുഷ്ടശക്തികളെ ഞാൻ ഇല്ലാതാക്കും. നിന്റെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം എന്റെ നെറുകയിൽ കുങ്കുമം ചാർത്തുകയും എന്നെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിരിക്കും. ചാലഞ്ച് എന്ന് ഇതിനെ പറയുന്നു. തടയാൻ പറ്റുമെങ്കിൽ നീ തടയും. ഈ ചാലഞ്ചിനെ കുറിച്ച് അഭി ഒരിക്കലും അറിയാൻ പാടില്ല. ഡയറക്ട്ലി ആയാലും ഇൻഡയറക്ട്ലി ആയാലും എങ്ങനെയായാലും. കാരണം ഇപ്പൊ ഈ ചാലഞ്ച് ഒരു വാറായി മാറിയിരിക്കുകയാണ്. ആ വിജയിക്ക് അഭി സ്വന്തം. ഇനി നോക്കാം, വാശിയുടെയും പ്രണയത്തിന്റെയും യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന്. ഞാൻ നിന്റെ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. പക്ഷെ നീ ഒന്നോർക്കണം, ചതിയിലൂടെയോ ചീറ്റിങ്ങിലൂടെയോ നീ വിജയിക്കാൻ ശ്രമിച്ചാൽ അന്ന് ഞാൻ ചിലപ്പോ ഈ വാക്ക് മറന്നു പോയെന്നിരിക്കും. ഞാനിന്ന് ദൈവത്തെ സാക്ഷി നിർത്തി പറയുന്നു, കഴുത്തിലുള്ളതെങ്കിൽ ഞാനിത് സത്യം ചെയ്യുന്നു. എന്റെ പ്രണയത്തെ കൊണ്ടുപോലും. എന്റെ ജീവന്റെ ശ്വാസമാണിതൊക്കെ. നിന്റെ കുഞ്ഞിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് വരില്ല. ഈ കുഞ്ഞിന്റെ കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ആ വീട്ടുകാരുടെ മനസ്സിൽ നിന്നും ഞാൻ മാറ്റി നിർത്തും. ഒരു കുഞ്ഞിന് അദ്ദേഹത്തിന്റെ പേര് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഞ്ഞിനായിരിക്കും. ആ കുഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവനായിരിക്കും. അത് ഞങ്ങളുടെ പ്രണയത്തിന്റെ അടയാളമായിരിക്കും. ആ കുഞ്ഞായിരിക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ അവകാശി. നീ എന്താ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കള്ളു കുടിച്ചല്ല, കള്ളു കുടിപ്പിച്ചതാ. ഞാൻ ഇവിടെ ഒരുപാട് ടെൻഷനില്ല, എന്നിട്ട് നീ അവിടെ കുടിച്ച് സന്തോഷിക്കാണോ?
പെട്ടെന്ന് ഇവിടെ വരും. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. പ്രിയ നിന്നെ കുടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എനിക്ക് വരാൻ കഴിയില്ല. നീ ഉടനെ വാ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നെ ഇവിടെ ലോക്ക് ചെയ്തിരിക്കുക. സെർവന്റ് ക്വാർട്ടേഴ്സിൽ ഞാനിവിടെ കുടുങ്ങി കിടക്കുക. പെട്ടെന്ന് വാ. നീ അവിടെ എന്താ ചെയ്യുന്നേ? അതെ. ഹലോ ഹലോ, ഈ നിഖിലൻ സെർവന്റിന്റെ കൂടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി ഈ ശരിയല്ലാത്ത സമയത്ത്. എന്ത് ചെയ്യാനാ? പോയല്ലേ പറ്റൂ. അവനില്ലാതെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. വെട്ടി നിർത്താൻ നോക്കുക. നീ ഈ വീട്ടിൽ എന്ന് വന്നു കയറിയോ അന്ന് മുതൽ ആ ദുഷ്ടശക്തികൾ ഇവിടെ വന്നു തുടങ്ങിയത്. നീ പോയാൽ അവരും പൊയ്ക്കോളും. ഈ വീട്ടില് സമാധാനവും ഉണ്ടാവും. ഈ വീടിന്റെ സമാധാനം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. എന്റെ മുന്നിൽ നീയല്ലേ നിൽക്കുന്നത്? ഈ വീട്ടിലെ സന്തോഷത്തിനെതിരെയുള്ള മതില് പോലെയാ നീ നിൽക്കുന്നത്. എല്ലാ മതിലും ഇപ്പൊ ഇല്ലാതാകും. അതെന്താ? നീ ഈ വീട്ടിൽ നിന്ന് പോവാണോ? ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം പോകാൻ പോവാ. ഇരുട്ട് മാറുകയും പ്രകാശം പരക്കുകയും ചെയ്യും. ഇരുട്ട് മാറാനും പോകുന്നില്ല, വെളിച്ചം വരാനും പോകുന്നില്ല. ഇരുട്ട് വീണ്ടും ഇരുളാനാ പോകുന്നത്. രാത്രി എത്ര നീണ്ടതാണോ പകൽ അത്രയും മനോഹരമായിരിക്കും. രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ട് നിൽക്കുകയാണല്ലേ? ഏതോ കൂടിയതാണല്ലോ. കള്ളുഷാപ്പിന്നാ വരുന്നത്. മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കും. എന്താ പറയുന്നേ? വളരെ നല്ല കാര്യമാണല്ലോ. മ്യൂസിയത്തിലല്ലേ? ഞാൻ നിന്റെ ഫ്യൂച്ചറും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വാക്സ് സ്റ്റാച്ചു ഒന്നും നിർമ്മിക്കില്ല കേട്ടോ. ഇൻഫാക്ട് നീ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യം. ചിലരെയൊക്കെ നഷ്ടമാവും, ചിലരെ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. എന്നുവെച്ചാ ഇന്ന് രാത്രി കാത്തിരിക്കണമെന്ന്. പിന്നെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. കല്യാണത്തിന് ശേഷം ഒരു ദിവസം പോലും ഭർത്താവിനൊപ്പം കഴിയാത്ത നീ വിവാഹധർമ്മം നിറവേറ്റാൻ കൂടെ താമസിക്കണമെന്നൊന്നുമില്ല. എന്തായാലും നിനക്ക് തോന്നുന്ന ആ ദൂരം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതാണ്. പിന്നെ വളരെ വേഗം തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിനക്കും ചിന്തിക്കാൻ കൂടി കഴിയില്ല ഞാൻ എന്താ നിനക്കെതിരായി പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് കണ്ണ് തുറന്നു തന്നെ സ്വപ്നങ്ങൾ കണ്ടോളൂ. ദസറ ദിവസത്തിൽ രാവണൻ കുംഭകർണനെയും മേഘനാഥനെയും ഒരുമിച്ച് കൊല്ലുന്നത് പോലെ ഞാൻ ഈ 3 ദുഷ്ടശക്തികളെയും ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും. ആന്റി വേണ്ട. ആന്റി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആന്റി വെറുതെ കൈ കാണിച്ചാൽ മതി. അതവക്ക് മനസ്സിലായിക്കോളും. ഞാൻ ശരിയല്ല അച്ഛമ്മ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് മുതിർന്നവർ വെറുതെ കണ്ണ് കാണിച്ച് വരട്ടിയാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ ചെയ്തിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ലല്ലോ അച്ഛമ്മേ. ആന്റി അത്രയും മതി. വെറുതെ ഒന്ന് കൈ കാണിച്ചാൽ മതി. അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ ലോകത്ത് ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും സഹിക്കാൻ പോകുന്നില്ല. കല്യാണത്തിന് ശേഷം നിനക്ക് ആൽബം കോൺസേർട്ടിൽ നിന്ന് ഒരുപാട് വലിയ കമ്മീഷൻ കിട്ടുമല്ലോ. ശരിക്കും നീയുമായിട്ടാണ് എന്റെ ഭാവി ചേർന്നിട്ടുള്ളതെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഇന്ന് ആ പ്രിയ നിന്റെ എന്റെയും സത്യം എക്സ്പോസ് ചെയ്ത് എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാൻ പ്രിയെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. ഈസ് ദാറ്റ് ക്ലിയർ? ഇതാണ് നിന്റെ പ്രശ്നം. വലിയ വലിയ വീരവാദങ്ങൾ പറയും, എന്നിട്ട് നീ പറയുന്നതിൽ എന്ത് സത്യം ഉള്ളത്? ശരി, ഇന്ന് ഞാനത് തെളിയിച്ച് കാണിച്ചു തരാം. നോക്കാം. ശരി, നോക്കാം. ഇനി ഇവിടുന്ന് പോകാലോ. ബെസ്റ്റ് ഹസ്ബൻഡ് ആണ് നിങ്ങൾ വേൾഡിലെ ബെസ്റ്റ്. അതെന്തിനാ ഞാൻ പറയണം? നീ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങുവേ. ഞാൻ ബോണസ് തരില്ല. നിക്ക്, ഐ ആം ജസ്റ്റ് ജോക്കിംഗ്. ഞാൻ നോക്കിയപ്പോ ഞാൻ പറയുന്ന പോലെയല്ല നീ പറയുന്നുണ്ട്. അപ്പൊ ഇതുകൂടി അങ്ങ് ഇടയ്ക്ക് കയറ്റിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു മിനിറ്റ് ഓൺ മോർ തിങ്. ഈ രാത്രിയിൽ ഞാൻ താഴെ ഇറങ്ങുമ്പോഴേ അവിടെ ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാലേ അതും ഈ നൈറ്റ് ഡ്രസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ അത് പ്രോബ്ലം ആവില്ലേ? എന്തൊക്കെയായി പറയുന്ന എല്ലാം വീട്ടുകാരല്ലേ. എന്നാലും ശരി, എന്നാ പോയി ജാക്കറ്റ് ഇട്ടിട്ട് വരൂ. താങ്ക് യു. ഭാഗ്യം, സമ്മതിച്ചല്ലോ. താഴെ എല്ലാം റെഡിയായാൽ മതിയായിരുന്നു. ചിരിയുടെ വെൺപ്രാവുകൾ. എന്താ ഇത്? അധികം എക്സൈറ്റഡ് ആവണ്ട. നിനക്കറിയാലോ നീ പ്രേതമാണെന്ന്. പറയുന്നത് പോയിട്ട് നിന്നെ ഇവിടെ കാണാൻ പോലും പാടില്ല.
ഇനി ഇത് പ്ലേ ചെയ്യുന്നതിന് മുൻപ് നിന്നെ എങ്ങനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധയും പിന്നെ നിന്നിലാവും. എല്ലാ ഡ്രാമയും പൊളിഞ്ഞു പോകും റോണി. നിനക്ക് തനുവിന് നന്നായിട്ട് അറിയാലോ. അവൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ റോണി, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത്തവണ നമ്മൾ ഒരു അബദ്ധവും ചെയ്യാൻ പാടില്ല. വളരെ കെയർഫുൾ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. അതേട്ടാ, ശരിയാണ്. ഞാൻ പുറത്തു പോയി നിൽക്കാം. എന്നിട്ട് വേറെ പ്രോബ്ലം ഉണ്ടാകാൻ നോക്കാം. ഞാൻ അവിടെ നിന്ന് ഇവിടുത്തെ ലൈവ് ടെലികാസ്റ്റ് നേരിട്ട് കണ്ട് ആസ്വദിക്കും. ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. Oh my God. ആ പ്രിയ അഭിയും കൂട്ടി ഹാളിൽ വന്നു. അവിടെ മുഴുവൻ ഫാമിലി ഉണ്ട്. അവളെ വീഡിയോ കുറിച്ച് പറഞ്ഞതാണ്. ആ വീഡിയോ അവളെ എല്ലാരെയും കാണിക്കും. ഇനി എന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല തനു. എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. അവൾക്ക് നിന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. You know what? നീ സംസാരിക്കുക മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ, എന്റെ പാക്കിംഗ് എല്ലാം ചെയ്തു വെക്ക്. ഞാൻ പോയി വീഡിയോ കാണാം. എന്നിട്ട് ഞാൻ പോകുന്ന നീ കണ്ടു നിൽക്ക. പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാകുന്നതാണ്. ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ല. ഇത്രയധികം ദൂരം സഞ്ചരിച്ചിട്ട് തോൽക്കാൻ ഞാൻ തയ്യാറല്ല.